പാലക്കാട് മംഗലം ഡാമിൽ വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ് കെട്ടിടം തകർന്നുപോയി. പ്രദേശത്തെ ശുദ്ധജല വിതരണവും വൈദ്യുതി ബന്ധവും തകരാറിലായി എന്ന് റിപ്പോർട്ട്. മരം മുറിക്കണമെന്ന യൂണിറ്റ് ഭാരവാഹികൾ ഏറെ നാളായി ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ നടപടിയൊന്നും എടുത്തില്ല. ഈ ആരോപണം ഇപ്പോൾ ശക്തമാകുന്നു. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അവരുടെ ആരോപണങ്ങൾ? പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായത്. കൂറ്റൻ മരം വീണ് ഈ വ്യാപാര ഭവന്റെ കെട്ടിടം ഭാഗികമായി ഇപ്പോൾ തകർന്നിട്ടുണ്ട്. സമീപത്തെ പുരയിടത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മരം ഭീഷണിയാണെന്നും മുറിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികളോട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി വീടുകളുള്ള ഈ പ്രദേശത്തേക്കുള്ള ശുദ്ധജല വിതരണവും വൈദ്യുതി ബന്ധവും ഇതോടുകൂടി തകരാറിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മരം ഏറ്റെടുക്കാൻ കരാറുകാർ വന്നാൽ അധിക വില പറഞ്ഞ് അധികൃതർ ഒഴിവാക്കുകയാണെന്നും പരാതി ഉയരുന്നുണ്ട്. അതായത് ഇത് മരം മുറിക്കണമെന്ന് നേരത്തെ അറിയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ഇതിപ്പോൾ വീണ ഒരു കെട്ടിടം തകരാനും അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം താറുമാറാകാനും കുടിവെള്ള സ്രോതസ്സുകൾ നിലയ്ക്കാനും ഒക്കെ കാരണമാക്കിയത് എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.